അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും കൃത്യമായി പാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാവും പകലും അതിവേഗം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിരകളുടെ ഓട്ട പന്തയത്തിൽ അവസാന റൗണ്ടിലാണ് അവ കൂടുതൽ ഓടാറ് എന്ന് പറയാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പുണ്യകർമ്മങ്ങളിലുള്ള ഓട്ടം വേഗത കൂട്ടേണ്ടുന്ന സന്ദർഭമാണ്. അവസാന 10 കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ചെയ്തിരുന്ന കാര്യങ്ങൾ വിശദമായി പറയണമെന്ന് തോന്നുന്നില്ല. ഈ ഇഅ്തികാഫാണ് ഏറ്റവും പ്രധാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10 ശ്രദ്ധിച്ചിരുന്നത്. മദീനയിൽ വന്ന ശേഷം അഥവാ റമദാൻ നിർബന്ധമാക്കിയത് മുതൽ, ഹിജ്റ 2 റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നത്, അന്ന് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാത്ത ഒരു വർഷവും ഉണ്ടായിട്ടില്ല. എല്ലാ വർഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. ഒരിക്കൽ ഇഅ്തികാഫ് ഇരിക്കാൻ സാധിക്കാതെ പോയി, ഒഴിവാക്കി റസൂൽ. അതിന് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ഒരു മറയുണ്ടാക്കി ആ മറക്കുള്ളിൽ ഒറ്റക്കിരിക്കലാണ്. അതാണ് അതിൻ്റെ ശരിയായ രൂപം. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അവർ ഓരോരുത്തരായി പള്ളിയുടെ ഓരോ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ മറകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവരുടെ ഈ പ്രവർത്തനം, അതിൻ്റെ സാഹചര്യം റസൂലുള്ളാഹി പരിശോധിക്കുമ്പോൾ അവർ അതിൽ ഒരു മാത്സര്യം, ഇബാദത്തിന്റെ കാമ്പ് ചോർന്നു പോകുന്നുണ്ടോ എന്ന് റസൂലുള്ളാഹിക്ക് തോന്നുകയും ഇതൊരു മാത്സര്യമായി, അവളുണ്ടെങ്കിൽ ഞാനും എന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോകുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയപ്പോൾ ആ വർഷം റസൂലുള്ളാഹി ഇഅ്തികാഫ് ഇരുന്നില്ല. പക്ഷേ അത് റസൂലുള്ളാഹി ഖളാ വീട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഇരിക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ കഴിയാതെ വന്നപ്പോൾ ഒഴിവാക്കിയത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഖളാ വീട്ടിയതായി ഹദീസുകളിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടുള്ള നിർബന്ധ നോമ്പ്, ആ നോമ്പിന്റെ സമയങ്ങളിൽ അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് പ്രബലമായ ഹദീസുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. വളരെ ഗൗരവപൂർവം നമ്മൾ കാണുകയും ചിട്ടയാർന്ന രീതിയിൽ നിർവഹിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഇബാദത്താണ് ഇഅ്തികാഫ്. ഇഅ്തികാഫ് ഇരിക്കുന്നതിലൂടെ നമ്മൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുകയാണ്.
ആ ഒരു രാവിൽ പുണ്യകർമ്മം ചെയ്ത് പുണ്യങ്ങളുടെ ഭാണ്ഡം നിറക്കുവാനുള്ള സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പ്രത്യേകമായി കനിഞ്ഞരുളിയ അപാരമായ അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദർ എന്ന് നമുക്കറിയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ആയുസ് കുറവാണ്. ഇതര മുൻകാല ജനതയെ അപേക്ഷിച്ച് അവർ ആയുസ്സിൽ വളരെ വളരെ പിന്നിലാണ്. ആയുസ്സിൽ പിന്നിലാണ് എങ്കിലും പൂർവകാല സമൂഹത്തെ പുണ്യകർമ്മത്തിൽ മറികടക്കാൻ പറ്റുന്ന വിധത്തിൽ അതിനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ലൈലത്തുൽ ഖദർ. ഒരാളുടെ ജീവിതത്തിൽ ഒരു ലൈലത്തുൽ ഖദർ ലഭ്യമായാൽ 83 വർഷവും 4 മാസവും അവന് ഇബാദത്ത് ചെയ്യാനുള്ള അവസരം കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം. 83 വർഷം 4 മാസവും ഒരാൾക്ക് എത്ര കണ്ട് ഇബാദത്ത് ചെയ്ത് കൂലി നേടാൻ പറ്റുമോ അത്രയും കൂലി ഒരു ദിവസം മുഴുവനില്ല, ഒരു രാത്രി മാത്രം. അതും അല്ലാഹു തആല നമ്മോട് കാണിച്ച അനുഗ്രഹമാണ്. ലൈലത്തുൽ ഖദർ വർഷം മുഴുവനും നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിലോ 365 ദിവസവും അതിലേതോ ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്നായിരുന്നുവെങ്കിലോ, അങ്ങനെ അല്ലാഹു തആല പറഞ്ഞില്ല. അത് നമുക്ക് ഒന്നുകൂടെ ലഘൂകരിച്ചു. അല്ലാഹു പറഞ്ഞു റമദാൻ മുഴുവനുമാണോ? അതുമല്ല, റമദാനിലെ അവസാനത്തെ 10. എന്നാൽ റമദാനിലെ അവസാനത്തെ 10 എന്ന് പറയുന്നത് അതിന്റെ രാവും പകലും കൂടെയാണോ? അതുമല്ല, രാവ് മാത്രം. ഇങ്ങനെ വളരെ ലളിതമാക്കി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്ഫീഫാക്കി തന്നിട്ടുണ്ട്, ലഘൂകരിച്ച് തന്നിട്ടുണ്ട്. ആ ഒരവസരം ഉപയോഗപ്പെടുത്താൻ നമുക്ക് എത്രയാണോ പള്ളിയിൽ, അതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് 10 ദിവസവും പള്ളിയിൽ കഴിച്ചു കൂട്ടുക എന്നത് തന്നെയാണ്. അതിന് നമുക്ക് ഒരു നിലക്കും സാധ്യമല്ല എങ്കിൽ സാധ്യമാകുന്ന അത്ര നമ്മൾ പള്ളിയിൽ, പ്രത്യേകിച്ച് രാത്രിയിൽ നമ്മൾ പള്ളിയിൽ കഴിച്ചു കൂട്ടേണ്ടതുണ്ട്. ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മഹാനായ അത്വാ എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ്, ഇഅ്തികാഫിരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഉപമിക്കാവുന്നത്, ഭൗതികമായ ഒരു ആവശ്യമുണ്ട് ഒരാൾക്ക്, അത് അയാൾക്ക് കിട്ടണമെങ്കിൽ ഒരു പ്രമുഖൻ അയാൾ കരുണ കാണിക്കണം, അയാൾ കരുതണം. പ്രമുഖനായൊരു വ്യക്തി അയാൾ വിചാരിച്ചാലേ നമ്മുടെ ഒരു കാര്യം നടക്കൂ എങ്കിൽ അയാളുടെ വീടിന്റെ അല്ലെങ്കിൽ അയാളുടെ ഓഫീസിന് മുമ്പിൽ എത്ര സമയം വേണമെങ്കിലും നമ്മൾ അവിടെ കാത്തിരിക്കാൻ, ക്ഷമാപൂർവം കാത്തിരിക്കാൻ നമ്മൾ സന്നദ്ധരാണ്. അതിനും അപ്പുറമാണ് അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന്, അള്ളാഹുവേ നീ എനിക്ക് പാപമോചനം തരണം, എന്റെ ആവശ്യം അതാണ്, അത് കിട്ടാനാണ് ഞാനിവിടെ ചടഞ്ഞുകൂടി, ഞാനിവിടെ ഒറ്റക്കിരിക്കുന്നത് എന്ന് മഹാനായ അത്വാ എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ ഇഅ്തികാഫിരിക്കുന്ന ആളെ ഈ രീതിയിൽ ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്, ഇഅ്തികാഫിരിക്കുന്ന ഒരു വ്യക്തി ജനസമ്പർക്കം ഒഴിവാക്കണം എന്നാണ്. ജനസമ്പർക്കം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വേറെ ഉണ്ടാവും ആളുകൾ, പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന വേറെയും ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുമായിട്ടൊന്നും സമ്പർക്കമുണ്ടാകരുത്. അവൻ ഒറ്റക്കിരിക്കണം. ഒറ്റക്കിരിക്കുക എന്നതാണ് ഇഅ്തികാഫിന്റെ റൂഹ്.
ഞാൻ പറഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറക്ക് പിന്നിൽ ഉള്ളിലാണ് ഇരുന്നിരുന്നത് എന്ന്. മറകെട്ടി അതിൻ്റെ ഉള്ളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരുന്നിരുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അഫ്ദലായ അക്മലായ അതിന്റെ രൂപം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്, ജനസമ്പർക്കം ഒഴിവാക്കണം. ഇഅ്തികാഫിരിക്കുന്ന ഒരു വ്യക്തി അയാൾ ഇഅ്തികാഫിന്റെ വേളയിൽ ദർസ് നടത്തുന്നത് പോലും ശരിയല്ല, ഖുർആൻ പഠിപ്പിക്കുന്നത് പോലും ആ ഒരു വേളയിൽ ശരിയല്ല എന്നുവരെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒറ്റക്കിരുന്നിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പെടുകയാണ്. മുഴുവൻ മേഖലകളിലും ഒറ്റക്കാണ്. ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. വിചാരണ നേടിയിരേണ്ടത് ഒറ്റക്കാണ്. സിറാത്ത് കടന്നു പോകേണ്ടത് ഒറ്റക്കാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്ത് ജനിച്ചു വീണ അവസാന കുഞ്ഞുവരെ അവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റക്കാണ്. അങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു നാളിനെ കുറിച്ചുള്ള സജീവമായ ബോധം നമ്മുടെ മനസ്സിൽ കടന്നു വരിക എന്നുള്ളതാണ് ഇഅ്തികാഫിന്റെ റൂഹ് എന്ന് പറയുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും ആളുകളുടെ ശരീരമാണ് ഇഅ്തികാഫിരിക്കുന്നത്, അവരുടെ മനസ്സ് ഇഅ്തികാഫിലല്ല. മനസ്സ് ഇഅ്തികാഫിരിക്കണം. ആദ്യമായി മനസ്സ് അല്ലാഹുമായുള്ള അലാഖ, അല്ലാഹുമായുള്ള സുദൃഢമായ ബന്ധം ഇതിലൂടെ ഉണ്ടാകണം. അപ്പോഴാണ് അവന്റെ ഇഅ്തികാഫ് പൂർണ്ണാർത്ഥത്തിലുള്ള ഇഅ്തികാഫായി മാറുകയുള്ളൂ എന്ന് കൃത്യമായി പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇഅ്തികാഫിരിക്കുന്ന വേളയിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഭൗതികമായ യാതൊരുവിധ കാര്യത്തിലും മുഴുകാൻ പാടില്ല. പലപ്പോഴും ആളുകൾ, ഞാൻ മൊത്തത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നല്ല പറയുന്നത്, മൊത്തത്തിൽ ഇഅ്തികാഫിരിക്കുന്ന ഒരാൾ അയാളുടെ കച്ചവടം മുടങ്ങാറില്ല, അയാളുടെ ഒരു ഇടപാട് മുടങ്ങാറില്ല. എല്ലാം പള്ളിയിലിരുന്ന് ഫോണിലൂടെ കച്ചവടമൊക്കെ നടക്കും. പള്ളിയിൽ കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് പള്ളി അതിനുണ്ടാക്കിയതല്ല. പള്ളിയിൽ വെച്ച് ഒരാൾ ഈ രീതിയിലുള്ള ഇടപാടുകൾ നടത്തിയാൽ അവന്റെ ഇടപാടിൽ ബറക്കത്തുണ്ടാകാതിരിക്കട്ടെ എന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥിക്കാൻ നമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു സാധനം കളഞ്ഞു പോയാൽ അത് പള്ളിയിൽ നിന്ന് അന്വേഷിക്കുന്ന ഒരാളോട് ലാ റദ്ദല്ലാഹു അലൈക്, അല്ലാഹു തആല അതിനെ തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇടപാടുകൾ നടത്തേണ്ടുന്ന കേന്ദ്രമല്ല പള്ളി. പള്ളി അതിനുള്ളതല്ല. പള്ളി ഇതുപോലെ ഇഅ്തികാഫിരിക്കാൻ, അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യാൻ, അവനെ ദിക്ർ ചെയ്യാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ, ഇതിനൊക്കെയുള്ള കേന്ദ്രമാണ് പള്ളി. അതല്ലാതെ ഇടപാടുകൾ നടത്താനുള്ള കേന്ദ്രമല്ല. അപ്പൊ ഫോണിലൂടെ ഒരാൾ ഇടപാട് നടത്തിയാലും അതും കച്ചവടം തന്നെയാണ്, അതും ശരിയല്ല. പള്ളിയിൽ അങ്ങനെ ഉണ്ടാകരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇഅ്തികാഫിലിരിക്കുന്നവർ അവർ ഈ രീതിയിലുള്ള ഇടപാടുകൾ നടത്തുന്നത് അത് റമദാൻ ഇഅ്തികാഫ് അല്ലാത്ത സമയത്തും പാടില്ല, ഇഅ്തികാഫിൽ ഏതായാലും പാടില്ല. ഈ ഒരു കാര്യം നമ്മൾ സജീവമായി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. പണ്ഡിതന്മാർ അക്കാര്യം വളരെ ഗൗരവപൂർവ്വം നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറിച്ച് അയാൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഖുർആൻ ധാരാളമായി ഓതുക, അതിൽ തദബ്ബുറോടുകൂടെ പാരായണം ചെയ്യുക. തദബ്ബുർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓതുന്ന വചനങ്ങളുടെ ആശയങ്ങളെ കുറിച്ച് നന്നായി ചിന്തിച്ച് പാരായണം ചെയ്യുക. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുള്ള ഒരു രീതി തക്റാറാണ്, ആവർത്തനമാണ്. ആവർത്തിച്ച്
ഒരു വചനം റസൂലുള്ള ഒരു വചനം തന്നെ ആവർത്തിച്ച് ഓതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് സൂറത്ത് മാഇദയിലെ 118-ാമത്തെ വചനം, ഇൻ തുഅസിബുഹും ഫഇന്നകും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലമാണ് അതിനുള്ളത്. ഈ അടിമകളെ, ഇവരെല്ലാം നിന്റെ അടിമകളാണ്, ഇവരെ നീ ശിക്ഷിക്കുകയാണ്, നീ ഇവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്, നിനക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അതിന് കഴിവുള്ളവനും നീ അതിന് പ്രതാപശാലിയും യുക്തിമാനുമാണ് നീ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഈ ഒരു ചെറിയ വചനം, ഇത് മാത്രം പാരായണം ചെയ്ത് നേരം പുലരും വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്. ഈ ഒരായത്ത് മാത്രം ഓതിയിട്ട് ഫജ്ർ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട് എന്ന് സ്വഹീഹ് ഹദീസുകളിൽ കാണാം. തദബ്ബുറിന്റെ ഒരു പ്രായോഗികമായ രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വചനം അത് ആവർത്തിച്ച് ഓതുക, പാരായണം ചെയ്യുക. അങ്ങനെ ഒറ്റക്കിരുന്ന്, പ്രത്യേകിച്ച് ഒറ്റക്കിരുന്ന് വിശുദ്ധ ഖുർആൻ ഈ വിധം ആവർത്തിച്ച് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഇടനെഞ്ചിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തെ അത് സ്വാധീനിക്കുക തന്നെ ചെയ്യും. അതിന് വലിയ സ്വാധീനമുണ്ടാകും. അങ്ങനെയുള്ള ഐച്ഛികമായ കാര്യങ്ങൾ അഥവാ ഖുർആൻ പാരായണം എന്നുള്ളത് വളരെ പ്രബലമായ ഒരു സുന്നത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ ചെയ്യുക വഴി അവൻ അള്ളാഹുവിലേക്ക് ഈ സമയത്ത് കൂടുതൽ അവനോട് അടുക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു ഖുദ്സിയ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, എന്റെ അടിമ സുന്നത്തായ കർമ്മങ്ങൾ വഴി എന്നോട് അടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നമ്മൾ ഫറള് ചെയ്ത് അവനിലേക്ക് അടുക്കുന്നത് ഏറെ ഇഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ കാര്യങ്ങൾ, സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങൾ, ദാനധർമ്മം, ഞാൻ പറഞ്ഞ ഖുർആൻ പാരായണം, അദ്കാറുകൾ, ഇതെല്ലാം നിർവഹിച്ച് ഒരടിമ എന്നിലേക്ക് അടുക്കുന്നു. അതിനടുത്ത് കഴിഞ്ഞാൽ അവൻ കാണുന്ന കണ്ണ് ഞാനാകും. ഞാൻ വിരോധിച്ച ഒരു കാര്യം അവൻ കാണുകയില്ല, അവൻ കേൾക്കുകയില്ല, അവൻ അത്തരം കാര്യങ്ങളിൽ മുഴുകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണ് വിശുദ്ധ റമദാൻ അതിവേഗം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിശീഘ്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ ഈ അവസാനത്തെ 10. ഇനി 10 ദിവസവും ഇല്ല, വളരെ പരിമിതമായ ദിവസമാണുള്ളത്. പിന്നെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. തൗബ ചെയ്യണം. തൗബ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ തൗബയും സലഫുകൾ ചെയ്തിരുന്ന തൗബയും വലിയ വ്യത്യാസം. അവർക്ക് പക്കൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ തൗബ ചെയ്യും, പിന്നെയും തൗബ ചെയ്യും. ഒരു തെറ്റിന് തൗബ ചെയ്താൽ അതോട് അവസാനിപ്പിക്കല്ല, ആവർത്തിച്ച് തൗബ ചെയ്യും. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാലും കാണാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹം നബിയാകുന്നതിന് മുമ്പ് കയ്യബദ്ധം കാരണം ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, അള്ളാഹു തആല അത് പുറത്തു കൊടുക്കുന്നു. ഈ പുറത്തു കൊടുത്ത പാപത്തെ കുറിച്ചും പിന്നെയും പേടി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് നൂഹ് നബി, മൂസാ നബി, ഇങ്ങനെയുള്ള ഈസാ നബി പോലെയുള്ള ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ, കൂട്ടത്തിൽ ആദം നബി അലൈഹിസ്സലാം, ഇവരോടൊക്കെ മഹ്ശറയിൽ
വിചാരണക്കെടുക്കാൻ വേണ്ടി ശഫാത്ത് ചെയ്യാൻ വേണ്ടി ആളുകൾ ചെന്ന് പറയുമ്പോ അവർക്ക് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകുന്നു. അതിന് മൂസാ നബി പറയുന്നത്, എനിക്കിങ്ങനെ ഒരു അബദ്ധം പിണഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അള്ളാഹിനോട് പറയാൻ കഴിയില്ല. ഇതിനെക്കുറിച്ചായി പറയുന്നത് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹ് പുറത്തു കൊടുക്കുകയും ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് പിന്നെയും പേടി. പൊതുവെ ആളുകൾ നമ്മളൊക്കെ പലപ്പോഴും തെറ്റുപറ്റിയാൽ തൗബ ചെയ്യും. തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തൗബ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെയല്ല, അത് ആവർത്തിച്ച് തൗബ ചെയ്യണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അത് തന്നെ കണ്ണീരിന്റെ അകമ്പടിയോടുകൂടെയാണ്. ഒന്ന് കണ്ണീർ ചാലിച്ചുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനോട് പറയുന്നത് എങ്കിൽ, പറയുക എന്നതിലേറെ നമ്മൾ അവനോട് യാചിക്കുന്നതെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല അത് സ്വീകരിക്കും. കരഞ്ഞ് നമ്മൾ അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു തആല സ്വീകരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ കരയേണ്ടതും അല്ലാഹുവിന്റെ മുമ്പിലാണ്. മനുഷ്യന്മാരുടെ മുമ്പിൽ കരയരുത്, അള്ളാഹിന്റെ മുമ്പിലാണ് കരയേണ്ടത്. അതാണ് വിജയം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയോട് എന്താണ് നജാത്ത്, വിജയം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി ഒന്നാമത് നൽകിയ മറുപടി വബ്കി അലാ ഖതിയതിക്, നീ നിന്റെ പാപത്തെ കുറിച്ച് ഓർത്ത് കരയുക എന്നാണ്. കരയാൻ പറ്റിയ ഏറ്റവും നല്ല നാളുകളാണ്. നീ നിന്റെ പാപത്തെ കുറിച്ച് ഓർത്ത് കരയണം. ജീവിതത്തിൽ കരഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കരഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ കരഞ്ഞതൊക്കെ പരിശോധിച്ചാൽ അധികവും ദുന്യാവുമായി ബന്ധപ്പെട്ടതായിരിക്കാം. കച്ചവടത്തിൽ അപ്രതീക്ഷിതമായ നഷ്ടം സംഭവിച്ചതിന്റെ പേരിൽ, അങ്ങനെ ഭൗതികമായ കാരണങ്ങളാൽ കരയുന്നത് അധികവും അങ്ങനെയാവും. സിനിമയും സീരിയലും കണ്ട് കരയുന്ന ആളുകളുണ്ട്. ജീവിതവുമായി ബന്ധപ്പെട്ട, ജീവിതമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത കള്ളക്കഥകൾ, കാൽപ്പനിക കഥകൾ വായിച്ചും കേട്ടും കരയുന്ന, കണ്ണീർ വാക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ വചനം അതൊന്ന് പാരായണം ചെയ്തിട്ട് ഇതിലെ ഓരോ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ മുഴുവൻ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. ഇത് പച്ചപ്പരമാർത്ഥമാണ്. ഇത് പച്ചപ്പരമാർത്ഥമാണെന്നുള്ള വസ്തുതയും ഈ ഗ്രന്ഥത്തെ അതിജീവിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ശത്രുക്കൾ വരെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അത്രമേൽ സത്യമായ ഈ വിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്തിട്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ നിന്ന്, കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീർ വരുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം അതിന് കാഠിന്യം ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. തൗബ ചെയ്യുക. രണ്ടാമത് അതാണ്, നമ്മൾ അല്ലാഹുവിനോട് മാപ്പിരക്കുക. നമുക്ക് അല്ലാഹു തആല പുറത്തു തരും. പക്ഷെ അല്ലാഹു തആല പുറത്തു തരണമെങ്കിൽ നമ്മോട് തെറ്റ് ചെയ്ത കുറെ ആളുകളുണ്ടോ, അവർക്ക് നമ്മളും പുറത്തു കൊടുക്കണം. നമ്മോട് തെറ്റ് ചെയ്തവർക്ക് നമ്മൾ പുറത്തു കൊടുക്കണം. ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിക്കഴിയുന്നവരുണ്ട്, സുഹൃത്തുക്കളിൽ പിണങ്ങിക്കഴിയുന്നവരുണ്ട്, മാതാപിതാക്കളും മക്കളും പിണങ്ങിക്കഴിയുന്നവരുണ്ട്. ഒരു ഭാഗത്ത് ശക്തമായ പിണക്കവും മറുഭാഗത്ത് സജീവമായ ഇബാദത്തും. ഇത് ഒത്തുപോകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ പരസ്പരമുള്ള പിണക്കം അത് അവസാനിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്കതുമായി ബന്ധപ്പെട്ട പല പാഠങ്ങളും കാണാൻ പറ്റും. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി, അവരെ കുറിച്ച് കപട വിശ്വാസികൾ വ്യഭിചാര കുറ്റാരോപണം ഉന്നയിച്ച ചരിത്രം നമുക്കറിയാം. ആ വ്യഭിചാര കുറ്റാരോപണം ഉന്നയിച്ചവരുടെ കൂട്ടത്തിൽ മിസ്തഹ് എന്ന് പറയുന്ന ഒരു സഹാബിയും
അദ്ദേഹം അതിൽ അകപ്പെട്ടു പോയിരുന്നു. മിസ്തഹാവട്ടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സഹായം പറ്റുന്ന ആളുമാണ്. ഈ ഒരു ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് കപടവിശ്വാസികൾ പറഞ്ഞു വരുത്തുന്ന ഈ ഒരു കള്ളവാർത്ത, ഈ ഒരു ദുരാരോപണം, അതിൽ മിസ്തകും അകപ്പെട്ടിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായൊരു പിതാവെന്ന നിലക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു വേദനയുണ്ടാകുന്നു. അദ്ദേഹം പറയുന്നു, ഇനി മിസ്തകിന് എന്റെ പക്കൽ നിന്ന് ഒരു സഹായവും ഉണ്ടാവില്ല, എല്ലാ സഹായങ്ങളും ഞാൻ നിർത്തിവെച്ചു എന്ന് അദ്ദേഹം പ്രതികരിച്ചു പോയി. സ്വാഭാവികമാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ അത് സംബന്ധമായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തിരുത്തി വിശുദ്ധ ഖുർആൻ അവതരിച്ചു. സൂറത്തുൻ നൂറിന്റെ 22-ാമത്തെ വചനം നിങ്ങൾ പരിശോധിക്കുക. അതിൽ അല്ലാഹു തആല പറയുന്നത്, നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ശ്രേഷ്ഠതയുമുള്ള ആളുകൾ അവർ അടുത്ത ബന്ധുക്കൾക്ക്, അഗതികൾക്ക്, മുഹാജിറുകൾക്ക്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്തവർക്ക് നന്മ ചെയ്തു കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ അങ്ങനെ ശപഥം ചെയ്ത് പറയരുത്. നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച നൽകണം, മാപ്പ് നൽകണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ നിങ്ങൾ അവർക്കും പുറത്തു കൊടുക്കണം. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്ത് എനിക്ക് അങ്ങേയറ്റം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് മിസ്തഖിനോട് ഞാനിതാ പുറത്തിരിക്കുന്നു. ഇതുവരെ നൽകിയിരുന്ന സഹായവും സഹകരണവും എല്ലാം പൂർണ്ണാർത്ഥത്തിൽ എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് അദ്ദേഹം ഈ ആയത്തിറങ്ങിയപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിന് പണ്ഡിതന്മാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കും നമ്മോട് തെറ്റ് ചെയ്ത ആളുകൾക്ക് പൊറുക്കാൻ കഴിയും, അവരോട് പുറത്തു കൊടുക്കാൻ പറ്റണം. ആ നിബന്ധനകളൊക്കെ പാലിച്ച് ഒരാൾ തൗബ ചെയ്താൽ അത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകളോട് വരെ അള്ളാഹു തആല പറയുന്നത് നിങ്ങൾക്ക് തൗബ ചെയ്തുകൂടെ എന്നാണ്. അള്ളാഹുവിന് സന്താനമുണ്ടെന്ന വാദത്തിന്റെ ഗൗരവം അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞത് കാരണം ആകാശം പൊട്ടിപ്പിളരാറായി, ഭൂമി അത് വിണ്ടു കീറുകയും പർവ്വതങ്ങൾക്ക് സ്ഥാനചലനം സംഭവിക്കുകയും ചെയ്യാറായി അള്ളാഹുവിന് സന്താനമുണ്ടെന്നവർ പറഞ്ഞതിനാൽ. അപ്പൊ ഈ കാണുന്ന പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന അള്ളാഹുവിന്റെ ഭീമാകാരമായ ഈ ആകാശം, ഭൂമി, പർവ്വതം ഇവക്ക് പോലും താങ്ങാൻ കഴിയാത്ത വാദമാണ് അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്നത്. അത്തരം ആളുകളോട് അല്ലാഹ് പറയാൻ, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങൂ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ, പുറത്തു തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹ് പൊറുക്കാത്ത ഒരു പാപവുമില്ല, ഒരു പാപവുമില്ല അല്ലാഹ് പൊറുക്കാത്തതായി. ശിർക്കും അല്ലാഹ് പൊറുക്കും. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ശിർക്കോടുകൂടെ മരണപ്പെട്ടാൽ പിന്നെ രക്ഷയില്ല. എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കും. അതുകൊണ്ട് ജീവിതത്തിൽ പാപങ്ങൾ എത്ര തന്നെ കുമിഞ്ഞുകൂടിയാലും നിരാശപ്പെടരുതേ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ തൗബ ചെയ്യണം. തൗബ ചെയ്ത് മടങ്ങുക എന്ന് പറയുന്നത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാൾ തന്റെ വാഹനപ്പുറത്ത്, ഒട്ടകമാണ് വാഹനം, അതിന്റെ പുറത്ത് എല്ലാവിധ യാത്രാ സാമഗ്രികളോടും കൂടെ ഭക്ഷണം, എല്ലാ കാര്യങ്ങളും ആ വാഹനപ്പുറത്താണ്. അങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാൾ അല്പം ഒന്ന് വിശ്രമിക്കാൻ അതിന്റെ പുറത്തുനിന്ന് ഇറങ്ങി, അയാൾ വിശ്രമിക്കുന്നതിനിടയിൽ ഒന്ന് ഉറങ്ങിപ്പോയി. ഉണർന്നു നോക്കുമ്പോ ഒട്ടകത്തെ കാണാനില്ല, മരുഭൂമിയിലാണ്, വെള്ളമില്ല, ഒരാൾ വിളിച്ചാൽ കേൾക്കില്ല. പൂർണ്ണമായും അയാൾ ഒറ്റപ്പെടുക, മരണത്തെ മുന്നിൽ കാണുന്നു. അങ്ങനെ നിരാശനായി നിൽക്കുന്ന വേളയിൽ ആ ഒട്ടകം പൂർണ്ണമായ അതിന്റെ സുരക്ഷിതമായി അതിന്റെ പുറത്തുള്ള ഭക്ഷണങ്ങൾ ഒന്നും നഷ്ടപ്പെടാതെ
ഈ യജമാനന്റെ മുമ്പിൽ, ഈ മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുക. അത് കണ്ടപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക, അല്ലാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്, ഞാനാണ് നിന്റെ റബ്ബ്, നീ എന്റെ അടിമയുമാണ് എന്ന് സന്തോഷാധിക്യത്താൽ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വരെ അബദ്ധം പിണഞ്ഞു. അല്ലാഹുവേ നീയാണ് എന്റെ റബ്ബ്, ഞാൻ നിന്റെ അടിമയാണ് എന്ന് പറയേണ്ടതിന് പകരം അദ്ദേഹം പറയുന്നത് അല്ലാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന് സന്തോഷം കൊണ്ട് അയാൾ പറയാൻ ഉദ്ദേശിച്ച് നേരെ ഉൾട്ടയാണ് വന്നത്. ആ മനുഷ്യനുണ്ടായ സന്തോഷം എത്രയാണോ അതിനേക്കാളും അല്ലാഹുവിന് സന്തോഷവും ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങൾ തൗബ ചെയ്യുന്നത്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള സന്ദർഭമാണ്, അവസരങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അവസാന റമദാനാവാം. അതുകൊണ്ട് സാധ്യമാകുന്ന പുണ്യകർമ്മങ്ങൾ അതിവേഗം ചെയ്തു കൂട്ടുക. ഈ ഒരു എണ്ണപ്പെട്ട ദിവസത്തെ നമ്മുടെ ജീവൻ ഒന്ന് വേഗം കൂട്ടണം, ഒന്ന് സ്പീഡ് കൂട്ടണം ജീവിതത്തിൽ. അങ്ങനെ പരമാവധി പുണ്യങ്ങളുടെ ഭാണ്ഡം നിറക്കാൻ നമ്മൾ ശ്രമിക്കുക. പ്രാർത്ഥനയിലും ഇബാദത്തിലും പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞതുപോലെ സകലമാന ഖൈറാത്തുകളിലും അവൾ അതിവേഗം മുന്നോട്ട് വരികയും ഭയവും പ്രതീക്ഷയോടും കൂടെ തന്റെ റബ്ബിനോട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്ന് ഞാൻ ഇവിടെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്തിന്റെ അതിന്റെ തേട്ടവും താല്പര്യവും അനുസരിച്ച് ഒന്നുകൂടെ നമ്മൾ സജീവമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, റമദാൻ അവസാനിക്കുകയും ശവ്വാൽ മാസപ്പിറവി കാണുകയും ചെയ്താൽ പിന്നെ നമുക്ക് നിർബന്ധമായ കാര്യമാണ് സകാത്തുൽ ഫിത്ർ. സകാത്തുൽ ഫിത്ർ അത് നിർബന്ധമാക്കിയത് നോമ്പുകാരന് വന്നിട്ടുള്ള സ്ഖലിതങ്ങൾ, അബദ്ധങ്ങൾ അത് പരിഹരിക്കാനാണ്. ഒന്ന്. രണ്ട്, അഗതികൾക്കുള്ള ഭക്ഷണവുമാണ്. ഇതാണ് അതിന്റെ തത്വമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ചില ആളുകൾ ഫിത്ർ സകാത്തുൽ ഫിത്റിനെ ചില പണ്ഡിതന്മാർ ഉപമിച്ചിട്ടുള്ളത് സഹ്വിന്റെ സുജൂദിനോടാണ്. സഹ്വിന്റെ സുജൂദ് എന്ന് പറയുന്നത് നമസ്കാരത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നാൽ അത് പരിഹരിക്കാനുള്ളതാണ്. അതേപോലെയാണ് നോമ്പുകാരന് എന്തെങ്കിലും അബദ്ധങ്ങൾ സംസാരത്തിലോ അവന്റെ ഇടപെടലുകളിലോ വല്ല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനാണ്, അതുകൂടെ പരിഹരിക്കാനുള്ള മാർഗമാണ് സകാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. അത് നിർബന്ധമാകുന്ന സമയം ശവ്വാൽ മാസപ്പിറവി കണ്ടതു മുതൽ അത് കൊടുക്കൽ നിർബന്ധമാണ്. ഇമാം മുസല്ലയിലേക്ക് വരുന്നത് വരെയാണ് അതിന്റെ സമയം. മുസല്ലയിലെ നിസ്കാരമൊക്കെ തുടങ്ങിയിട്ട് പിന്നെ അത് കൊടുക്കുന്ന സമയം കഴിഞ്ഞു, അപ്പൊ കൊടുത്തിട്ട് കാര്യമില്ല. അഥവാ സക്കാത്തുൽ ഫിത്റാവില്ല, ഒരു സദക്കാര് വരെയാണ്. സക്കാത്തുൽ ഫിത്റായി അത് മാറില്ല. മനഃപൂർവമാണ് അയാൾ അതങ്ങനെ ചെയ്തതെങ്കിൽ അയാൾ തൗബ ചെയ്യണം, കുറ്റക്കാരനാണ് എന്നൊക്കെ കൃത്യമായി ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആരാണ് കൊടുക്കേണ്ടത്? ആര് കൊടുക്കണം? ഒരു കുടുംബനാഥൻ, അയാളുടേതും അയാൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടേതും അയാൾ കൊടുക്കണം. എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു സ്വാൾ, പെട്ടെന്ന് പറഞ്ഞു നമുക്ക് അറിയാവുന്നത് അതുകൊണ്ട് ഒരു സ്വായാണ് കൊടുക്കേണ്ടത്. സ്വാ എന്ന് പറയുന്നത് ഒരു ശരാശരി മനുഷ്യന്റെ ഇങ്ങനെ ഒരു 4 പിടി വാരൽ, ഇതാണ് ഒരു സ്വാ എന്ന് പറയുന്നത്. 4 മുദ്ദ്, ഇതിനാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്.
കൈങ്ങനെ പിടിച്ചിട്ട് ഒരു വാരൽ വാരിയാൽ അങ്ങനെയുള്ള 4 വാരൽ, അതിന് 4 പിടി, അതിനാണ് 2 കൈ കൊണ്ടുള്ള 4 പിടി, അതിനാണ് ഒരു സ്വാഴ് എന്ന് പറയുന്നത്. അതേറെക്കുറെ നമ്മുടെ നാട്ടിലെ കണക്ക് അനുസരിച്ച് ഒരു 2.5 കിലോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് യഥേഷ്ടമായി അത് കൊടുക്കണം. വീട്ടിൽ കുടുംബനാഥൻ, ആ വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്വാഴ് വെച്ച് കൊടുക്കണം. അന്നത്തെ ചെലവ് കഴിച്ച് മിച്ചം വരുന്ന എല്ലാ ആളുകൾക്കും ഇത് ബാധ്യതയാണ്. ചിലപ്പോൾ ഒരു പണക്കാരൻ കൊടുക്കുന്നതിനേക്കാൾ ഏറെ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ആൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. വീട്ടിലെ അംഗങ്ങൾക്കുള്ളതാണ്. തലയെണ്ണി കൊടുക്കേണ്ടുന്ന സക്കാത്താണ്, തലയെണ്ണീറ്റ് കൊടുക്കേണ്ട സക്കാത്താണ്, അംഗങ്ങൾക്കനുസരിച്ച് കൊടുക്കേണ്ട സക്കാത്താണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. ഈ കാര്യം നമ്മുടെ സജീവമായ ശ്രദ്ധയിൽ ഉണ്ടാകണം. എന്നാൽ ശവ്വാൽ മാസപ്പിറവി കണ്ടത് മുതൽക്ക് നിർബന്ധമാകും. എന്നാൽ 1-2 ദിവസം മുമ്പ്, റമദാൻ അവസാനത്തെ 1-2 റമദാന് മുമ്പ് 28, 29 അല്ലെങ്കിൽ 30 ഉണ്ടെങ്കിൽ 30 ഈ ദിവസങ്ങളിലൊക്കെ അത് കൊടുക്കൽ ജായിസ, കൊടുക്കാവുന്നതാണ്. സ്വഹാബത്ത് അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ അത് ജായിസായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രാവശ്യവും പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹിൽ തന്നെയായിരിക്കും. 7:30 നമ്മളതിന് കാണുന്ന സമയം. അപ്പൊ കൃത്യമായും ആ സമയം പാലിക്കാൻ കൂടെ നമ്മൾ കരുതണം, ശ്രദ്ധ വേണം എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഒരുപക്ഷെ അവസാന വെള്ളി ആകാം. നമ്മുടെ ഈ റമദാനിലെ, ഈ വർഷത്തെ റമദാനിലെ അവസാന വെള്ളി ആകാം ഒരുപക്ഷെ. അടുത്ത വെള്ളിയാഴ്ച പെരുന്നാൾ ആകുകയാണെങ്കിൽ പള്ളിയിൽ ജുമാ ഉണ്ടാവും, ഈദ്ഗാഹിൽ പെരുന്നാൾ നിസ്കാരം ഉണ്ടാവും. ഈദ്ഗാഹിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ ജുമാക്ക് പങ്കെടുക്കൽ നിർബന്ധമല്ല, അത് ഉറുസ്കൈക്കണം. ദൂറും നിർബന്ധമല്ല വിചാരിക്കുന്നത്, ഉറുസ്കൈക്കണം. ജുമായിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹദീസുകളിൽ കൃത്യമായി വന്നിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യവുമാണ്. ഇനി നമുക്ക് ദാനധർമ്മങ്ങൾ അത് ഒന്നുകൂടെ സജീവമായി വേഗത കൂട്ടാൻ ഞാൻ പറഞ്ഞ ദാനധർമ്മം മാത്രമല്ല, എല്ലാ അമൽ സ്വാലിഹാത്തും വേഗത കൂട്ടേണ്ടുന്ന സന്ദർഭമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഓരോ വെള്ളിയാഴ്ചയും ഇവിടെ ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളെല്ലാം ഒരർത്ഥത്തിൽ നിങ്ങളുടെ കീശക്ക് പരിക്ക് പറ്റുന്ന രൂപത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അത് കൊടുക്കുന്തോറും ഇത് വളരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മാ നഖസത് സ്വദഖത്തും മിൻ മാലിൻ, സ്വതക്ക ഒരിക്കലും നമ്മുടെ ധനത്തെ കുറക്കില്ല. സ്വതക്ക ചെയ്തിട്ട് ഒരാൾ തൊലഞ്ഞു പോവുക ഉണ്ടാവില്ല. അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് സ്വതക്ക ചെയ്യുന്നവന്റെ ധനം അല്ലാഹു വളർത്തും എന്നാണ്. കൊടുക്കുന്തോറും കൂടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ടൊക്കെ നൽകുമ്പോൾ അത് വലിയൊരു സുഹൃതമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ വർഷത്തെ അവസാനത്തെ റമദാനാവാം, അവസാനത്തെ വെള്ളിയാകാം, അവസാനത്തെ വെള്ളിയാഴ്ചയാകാം. അതുകൊണ്ട് ഈ വെള്ളി അത് തന്നെ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ സയ്യിദ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ ദിവസം നിങ്ങൾക്ക് കഴിയാവുന്നതിന്റെ പരമാവധി പള്ളി പരിപാലനം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ നന്മയുടെ ഭാണ്ഡം നിറക്കുവാനുള്ള തൗഫീഖ് അവൻ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.